അങ്ങനെ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഗുണ കേവിലേക്ക് പോകാമെന്ന് വെച്ചു. ഇത് ഗുണ കേവിലേക്ക് പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായുള്ള കാഴ്ചകളാണ്. ചെറിയ തണുപ്പുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. എന്നാലും അതെല്ലാം അവഗണിച്ച് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ഇങ്ങനെ തണുപ്പ് കൂടിക്കൂടി വന്നു. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പാണ്. നമ്മൾ വരുന്ന വഴിയൊക്കെ തണുപ്പുള്ളതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഞങ്ങൾ 4 പേരും തന്നെ കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് തണുപ്പ് കൂടുതൽ തോന്നിയതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. റെയിൻ കോട്ടിൻ്റെ അടിയിൽ ജാക്കറ്റുണ്ട്. അതുപോലെ തണുപ്പാണ്. എനിക്ക് എന്താണെന്നറിയില്ല, അവിടുത്തെ ആ ഒരു നമ്മൾ ലേക്കിന് ചുറ്റിനും നടന്നപ്പോൾ അത്ര ഒരു തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇങ്ങോട്ടേക്ക് കയറിയപ്പം പെട്ടെന്ന് തണുപ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓവറായിട്ട് ഇട്ടേക്കണത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പോകുന്ന വഴിക്കൊക്കെ നല്ല മഞ്ഞ് മൂടിയ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാകട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ ഇങ്ങനെ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ സൈക്കിൾ ചവിട്ടിയ പോലെ തന്നെ ഞങ്ങൾ മുന്നേ പോകുമ്പം ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് അമ്മമാർ പോകും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മുന്നേ കയറി അമ്മമാരെ ഓവർടേക്ക് ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ യാത്രയുടെ ഒരു ഫീല് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ചില വീഡിയോകളിലൊക്കെ. പക്ഷേ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ആ ദൃശ്യങ്ങൾ കൂടുതലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്യുന്നതാണ്. എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് അറിയിച്ചാൽ മതി കേട്ടോ. ഇത് ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റ് പോലൊരു സംഭവമാണ്. കാറുകൾക്കൊക്കെ അവർ പൈസ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന് ബൈക്കിൻ്റെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബൈക്കിന് പൈസ വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു വഴിയാണിത്. ഞങ്ങൾ ആദ്യം ഓർത്ത് ഇത്ര വണ്ടികളൊക്കെ ഇവിടെ കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തത് ഇവിടെ ആയിരിക്കും ഗുണ കേവ് എന്നാണ്. നമ്മളിതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഗുണ കേവിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലം യൂട്യൂബിലെ കൂടെ കണ്ടൊക്കെയുള്ള ഒരു പരിചയമുള്ളൂ. അത് വെച്ച് ഞങ്ങൾ ഇവിടെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വേറെ എന്തോ സംഭവമാണ്. എന്നാൽ എന്താണേലും ഇറങ്ങി കണ്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി ബൈക്കൊക്കെ നിർത്തി ഇറങ്ങി കഴിഞ്ഞപ്പോൾ സംഭവം അതല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞു, എന്തിനാണ് ഇവിടെ ഇറങ്ങി വെറുതെ സമയം കളയണം, നമുക്ക് സമയം ഇനി ഒത്തിരി കളയാനില്ല, രാത്രി തന്നെ തിരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം നിർത്തിയില്ല. ഞങ്ങൾ നേരെ ഗുണ കേവിലേക്ക് വെച്ച് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടുള്ള റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ റോഡാണ്. നല്ല ഇരുവശങ്ങളിലുള്ള നല്ല മരങ്ങളൊക്കെ കാണാനായിട്ടും ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കുറേ കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട റോഡിൽ മൊത്തം ബ്ലോക്ക്, ഇഷ്ടംപോലെ വണ്ടികളാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർ ഈ ബൈക്ക് കൊണ്ട് ഇങ്ങനെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റുന്ന ഒരു പ്രവണത പണ്ടേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്ക് പയ്യെ കുത്തിക്കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ദൂരം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതിയെങ്കിലും പക്ഷേ അത് അങ്ങ് നീണ്ട് കിടക്കുകയാണ്, ഭയങ്കരമായിട്ട് ബ്ലോക്ക്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒക്കെ ഓരോ കേരള രജിസ്ട്രേഷൻ വണ്ടികൾ കിടപ്പുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ ചിലയിടത്ത് കട്ട് ചെയ്യുന്നതല്ലാതെ ഞാൻ പരമാവധി അതായത് ഈ ബ്ലോക്കൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. അല്ലാതെ പരമാവധി തന്നെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഗുണ കേവിലേക്കുള്ള ഒരു റോഡാണിത്. വളവിങ്ങനെ വളഞ്ഞ് ഈ ഗുണ കേവിൽ എത്തിക്കഴിയാൻ നേരത്ത് നമുക്ക് വേറൊരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഈ എൻ്റെ വോയിസ് ഓവർ ഞാൻ ഇടിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണ കേവിൻ്റെ അങ്ങോട്ടേക്ക് കയറി പോകുന്ന വഴിക്ക് ഈ അവിടെ വന്ന ടൂറിസ്റ്റുകൾ, പിള്ളേർ സെറ്റ്, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവരെല്ലാം ഭയങ്കര ബഹളങ്ങളും കാറിലും കൂവിച്ചിലും നല്ല വേറൊരു മൂഡാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. ആ തണുപ്പും പിള്ളേരുടെ കാർ കൂവലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ എൻ്റെ വോയിസ് ഓവർ ഇടിയല്ല, അവിടെ ലൈവ് ഓഡിയാണ് ഇടുന്നത്. നമുക്ക് ആ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചെന്ന് ആ ഗുണ കേവിൻ്റെ ആ ഒരു ഇതിലേക്ക് ചെന്ന് വിട്ട ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കുകയില്ല. ഇതുകൊണ്ട് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കണമുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ കേവിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ വണ്ടിയാണ് ഇതൊക്കെ. ഇത് നല്ല ദൂരത്തിലാണ് ഈ ബ്ലോക്ക്. ഇവരൊക്കെ എന്നാണ് ഗുണ കേവിലെത്തി ഇതൊക്കെ കണ്ടു തീർക്കണമെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. ഞാൻ കൂടുതലും ഈ ബൈക്കിന് പോകുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് നേരത്തെ കണ്ട് നേരത്തെ പോരാൻ പറ്റുള്ളൂ. കാരണം കാറിനോ ടൂറിസ്റ്റ് ബസ്സിനോ ഒക്കെ വരുന്നവർക്കാണെങ്കിൽ
ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അയ്യോ എൻ്റെ പൊന്ന സമയം ഒരുപാട് പോയി കിട്ടും. ഇത് കണ്ടോ, കണ്ണെത്താ ദൂരത്താണ് ബ്ലോക്ക്. എന്തോരം വണ്ടിയാണെന്ന് നോക്കിയേ. കുറച്ച് നേരം ഞങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ സ്റ്റക്കായിപ്പോയി, ഈ ട്രാവലറിൻ്റെ പുറകിൽ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ്, ഇനി ഇവിടുന്ന് തുടങ്ങിയുള്ള കാഴ്ചകൾ മൊത്തം ആ ഗുണ കേവിൻ്റെ എൻട്രിയിലേക്കുള്ള ഒരു എൻട്രൻസിലേക്കുള്ള ഒരു വ്യൂവും വീഡിയോയും കാര്യങ്ങളാണ് ഇനിയുള്ളത്. പലപ്പോഴും പല യൂട്യൂബ് ചാനലിലെ വീഡിയോകളിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വൈഡായിട്ടുള്ളൊരു വ്യൂ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ആ കാണുന്ന ഗ്രീൻ കളറിലുള്ള ഒരു കൂടാരം പോലത്തെ ഒരു സംഭവം കണ്ടോ, അതാണ് ഗുണ കേവിലേക്കുള്ള എൻട്രൻസ്. ഈ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് കാണുന്നവരിലേക്ക് എത്തിക്കാൻ പാകത്തിന് ഞാൻ പരമാവധി ഇതിൻ്റെ A to Z ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ വണ്ടികൾ എന്തോരാണെന്ന് നോക്കി. ഈ വണ്ടികളൊക്കെ പോകുന്ന ആ റോഡില്ലേ, ആ റോഡ് കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലാൻ നേരത്തെ ഇട സൈഡിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. കാറുകൾക്കും ട്രാവലറിനും ഒക്കെ ഇടാനുള്ള വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങൾ ബൈക്കിനായതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങ് മുന്നോട്ട് ചെന്നപ്പം ഈ നിരത്തി ഇട്ടിരിക്കുന്ന കാറുകളുടെ ഒരു ഗ്യാപ്പിൽ ബൈക്ക് വെക്കാനായിട്ടൊരു സ്പോട്ട് കിട്ടി. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഒന്ന് രണ്ട് കടകളൊക്കെ അടച്ചിട്ടേക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കടകളും സജീവമാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇത് കാണാനായിട്ട് വരുന്നത്. കേരള രജിസ്ട്രേഷൻ വണ്ടികളോ അല്ലെങ്കിൽ മലയാളികളോ വളരെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറവായിരുന്നു. ഉണ്ടായിരിക്കാം, ഉണ്ടാകാതിരിക്കാം, അറിയില്ല. ഇതാണ് അവിടുത്തെ ഒരു എൻട്രൻസ്. ചെറിയ ഫീസ് എന്തോ ഉണ്ട്, ഞാനത് അന്നത് ഓർക്കുന്നില്ല. അത് കൂടെയുള്ള കൂട്ടുകാരാണ് ആ പൈസ കൊടുത്തതുകൊണ്ട് കൃത്യമായിട്ട് ഞാനത് ഓർക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഓഡിയോസുകളൊക്കെ ഞാൻ ലൈവ് ഇടുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഗുണ കേവിൻ്റെ പരിസരത്തുള്ള ലൈവ് ഓഡിയോകൾ കേൾക്കാം.
പോയാലും കുഴപ്പമില്ല, മൊബൈലാണല്ലേ. ചെറിയ ഗ്യാപ്പ് തന്നെ, വലിയ ഗ്യാപ്പ് ഒന്നും കാണുന്നില്ല. വീഡിയോ എടുത്തത് തലക്ക് കുത്താൻ ആളില്ല. കുട്ടോ മാറിക്കാ. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്ത് കൊടുത്ത് എത്തി. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം വീണ്ടും ബൈക്ക് എടുത്ത് ഈ വന്ന വഴി കൂടെ അല്ലാതെ ആ സ്ട്രെയിറ്റ് കിടക്കുന്ന അതേ റോഡിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണേ. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു പാർക്കിംഗ് ഇല്ലേ, ആ ഒരു ഏരിയ ഇവിടെയാണ്. അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഈ റോഡ് വഴി പോകുമ്പോഴുള്ള അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണേ. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്.
ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് മോശമല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ നിന്ന് നല്ലൊരു വളവുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ കുറച്ചങ്ങ് പോകുമ്പോൾ നല്ല കോടമഞ്ഞുള്ള പ്രദേശങ്ങളുണ്ട്, ഒത്തിരി കടകളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വിശ്രമിക്കാനായിട്ട് വണ്ടി നിർത്തി. അപ്പോൾ ഉള്ള ആ ഒരു ഏരിയയിലുള്ളൊരു കാഴ്ചയാണിത്. കേട്ടോ, മൊത്തം മൂടൽമഞ്ഞാണ്. എൻ്റെ കൂട്ടുകാരാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയപ്പോൾ 2 കുതിരയിൽ സവാരി പോകുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് ഈ കുതിര സവാരി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല പച്ച വിരിച്ച് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ പോലെ നല്ല പച്ച വിരിച്ച പ്രദേശങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുമ്പ് പോയ ആൾക്കാരാണെന്ന് തോന്നുന്നു ആ 2 കുതിരകൾ. നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. കുറച്ചങ്ങോട്ട് അകലയിലേക്കായിട്ട് എന്തോ ഒരു വയലറ്റ് കളറിലും വൈറ്റ് കളറിലും ഒക്കെ ആയിട്ടൊരു പൂ കണ്ട്. അതെന്ത് പൂവാണെന്നൊന്നും മനസ്സിലായില്ല. കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ നേരത്ത് ആ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് പൂ ഞാൻ കണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ക്യാമറയ്ക്ക് അതിന് മാത്രം സൂം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും പരമാവധി ഞാൻ ചെറുതായിട്ടൊന്ന് സൂം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു വ്യൂവിൽ. അങ്ങനെ നമ്മൾ ഈ കല്യാണ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ പൂക്കളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഒറിജിനൽ പൂവാണ് കേട്ടോ. എനിക്ക് ഈ ഒരു വഴി കൂടെയുള്ളൊരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം നല്ലൊരു റോഡ്, ഈ സൈഡിലുള്ള ഈ മരങ്ങൾ, ആ ഒരു പച്ചപ്പ്, ആ ഒരു മഞ്ഞ്, തണുപ്പ്, അതൊരു ഭയങ്കര വൈബാണ് കേട്ടോ. റൈഡേഴ്സിനൊക്കെ അത് ഭയങ്കരമായിട്ടത് ഞാനിപ്പോൾ അത് പറയണ എൻ്റെ ഫീല് മനസ്സിലായി കാണും. അങ്ങനെ ഞങ്ങൾ പതിയെ കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാലിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. കൊടൈക്കനാൽ വരെ ഉള്ളൂ നമ്മുടെ വീഡിയോ. പക്ഷെ എന്നാലും പോകുന്ന വഴി നല്ല കാഴ്ചകളുള്ളതുകൊണ്ട് ഞാനത് ക്യാമറയിൽ പകർത്തിയതാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളെന്തായാലും യാത്ര പോകുമ്പോൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്നുണ്ടല്ലോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒരു ടൂർ വന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ.